ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സക്കാ, സക്കാത്ത് കൊടുക്കാത്ത ഒരാളുടെ നമസ്കാരം സ്വീകരിക്കുകയില്ലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇമാം തിർമിദി രേഖപ്പെടുത്തി. ഒന്നും റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ വന്നിട്ടാണ് ജവാരിൻ മിൻ ബനി നജ്ജാരി യാ ഹബ്ബദാ മുഹമ്മദുൻ മിൻ ജാരി. പാട്ടുപാടിയ ചരിത്രത്തിന്റെ മഹാസന്ദർഭമല്ലോ പുണ്യനബി മദീനയിൽ വന്ന സമയം. എന്തൊരു സന്തോഷത്തിന്റെ ആന്തോളനം നടന്ന ഒരു സന്ദർഭമാണ് അത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കങ്ങോട്ട് പറയൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്തേ പറഞ്ഞു? അഫ്സുസ്സലാം വഅത്ഇമു ത്വആം വസിലുൽ അർഹാം വസല്ലുൽ ലയാലി. 4 കാര്യം ചെയ്താൽ സ്വർഗ്ഗത്തിൽ പോകാം. 1 അഫ്സുസ്സലാം, സലാമിനെ പരത്തുക. 2 അത്ഇമു ത്വആം, തനിക്കുള്ളതിൽ നിന്ന് എപ്പോഴും ഒരു പങ്ക് എപ്പോഴെങ്കിലും കൊടുത്താൽ പോരാ. നിങ്ങൾ നോക്കൂ, യാസീനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മഹാനെ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഹബീബുൻ നജ്ജാർ وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. ഖുർആനിലെ മഹാത്ഭുതമാണ് ഈ മനുഷ്യൻ ഹബീബുൻ നജ്ജാർ. ഉറക്കങ്ങോട്ട് പറയാം, നിങ്ങൾ റളിയല്ലാഹു അൻഹു ഉറക്കം പറഞ്ഞിട്ടേ ഞാൻ ബാക്കി പറയൂ. അതൊക്കെ ധർമ്മാണ് ആ മനുഷ്യനോടുള്ള റളിയല്ലാഹു അൻഹു. ചരിത്രത്തിലെ തുല്യനാണ് ആ മനുഷ്യൻ. കാരണം അല്ലാഹു ആ മനുഷ്യനെ കൊണ്ടുപോയി വെച്ചത് യാസീനിലാണ്. യാസീനാകട്ടെ ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഒരു മനുഷ്യന്റെ കഥ മാത്രമാണ് യാസീനിൽ പറഞ്ഞത്. അത് ഈ മനുഷ്യന്റെ കഥയാണ്. യാസീൻ ഖുർആന്റെ ഖൽബ. ആരാണ് ഈ മനുഷ്യൻ? ഹബീബുൻ നജ്ജാർ. നീ ചിന്തിക്കേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ? ആമീൻ പറഞ്ഞ പോലെ പണിയുണ്ട്. ഉറപ്പെടുക്കണം. പൈസ പോക്കറ്റിലിട്ടിട്ട് ആമീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസാണ് പോകുന്നല്ലാതെ അതുകൊണ്ട് കാര്യമില്ല. പണിയുണ്ട്. ചില കാര്യത്തിൽ ആമീ എന്ന് പറഞ്ഞാൽ പോലെ പണിയെടുക്കണം. ഇന്നൊരു ഭക്ഷണം കഴിച്ച് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അമീൻ എന്ന് പറഞ്ഞാൽ പോരാ. ഭക്ഷണം കിട്ടുന്ന വീട്ടിലേക്ക് കയറി ചെല്ലണം. അമീൻ, ഞാൻ വേർന്നിട്ടുണ്ട്, ഇനി എനിക്ക് ഭക്ഷണം വേണ്ട. ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലല്ലാഹി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല. മുത്തങ്ങയിൽ ആദിവാസി ഭക്ഷണം കിട്ടാതെ മരിച്ചതുപോലെ മരിക്കേണ്ടി വരും. നിങ്ങൾ ചിന്തിക്കേണ്ട ഈ പറയുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും ഭക്ഷണവും മരുന്നും ഒക്കെ എല്ലാവർക്കും കൊടുക്കട്ടെ. ചിന്തിക്കും, നിങ്ങൾ ആലോചിക്കണ്ടേ. സയ്യിദുനാ ഹബീബുൻ നജ്ജാർ ആ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ആ മനുഷ്യനല്ലേ ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മരണശേഷം സംസാരിച്ചുവെന്ന് ഖുർആൻ എടുത്തു പറഞ്ഞാൽ, സംസാരിച്ചു എന്ന് പലയിടത്തുണ്ട്, പക്ഷേ ആ സംസാരം തന്നെ ഖുർആൻ എടുത്തു പറഞ്ഞു. മരണശേഷമുള്ള ആ മനുഷ്യന്റെ സംസാരം എന്താ? ആ സംസാരം അങ്ങനെ ഹിക്കായത്ത് ചെയ്തു ഖുർആൻ. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ചരിത്രത്തിലെ അതുല്യന ഹബീബുൻ നജ്ജാർ. ബിമാ ലാ നാല ഹാദിഹിൽ ഫളീല. എന്തുകൊണ്ടാണ് ഹബീബുൻ നജ്ജാറിന് ഈ പദവി ലഭിച്ചത്? മറ്റൊന്നും കൊണ്ടല്ല. അന്നന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ പകുതിയും ദാനം ചെയ്തിരുന്നു. എന്താ പറഞ്ഞത്? എന്താ മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ട്? ഹബീബായ നബി പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനാണ് മരണശേഷവും പ്രസംഗിച്ചത്. പ്രസംഗാണത്. എന്ത്? قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ഹബീബായ നബി പറഞ്ഞു, അന്നാസിഹു ഹയ്യൻ വമയ്യിതൻ സാഹിബു യാസീൻ.
യാസീനിൽ പറഞ്ഞ മനുഷ്യനാണ് ജീവിച്ചിട്ടും മരിച്ചിട്ടും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ളത്. മരിച്ചിട്ടും പ്രസംഗിച്ചു. യാ ലൈത ഖൗമി യഅലമൂൻ, എനിക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്റെ ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, അല്ലാഹു എന്നെ ഉന്നത സ്ഥാനത്ത് വെച്ചത് അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. പുണ്യനബി പറഞ്ഞു, അന്നാസിഹു ഹയ്യൻ വമൈതൻ സ്വാഹിബു യാസീൻ. യാസീനിൽ പറഞ്ഞ മനുഷ്യനാണ് ജീവിച്ചിട്ടും മരിച്ചതിന് ശേഷവും പ്രസംഗിച്ചത്. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? അന്നന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ പകുതിയും ആ മനുഷ്യൻ ദാനം ചെയ്തിരുന്നു. ആരായിരുന്നു ഈ മനുഷ്യൻ? ആ നാട്ടിലൊരു പട്ട് കച്ചവടക്കാരനായിരുന്നു. പണ്ഡിതനൊന്നുമായിരുന്നില്ല, ഒരു പണ്ഡിതനൊന്നുമായിരുന്നില്ല, ഒരു സാധാരണക്കാരനായ കച്ചവടക്കാരൻ. അത്ഭുതമാണ് കേട്ടോ, ഇത് അത്ഭുതമാണ്. ഒരു പണ്ഡിതനൊന്നുമല്ല ഈ മനുഷ്യൻ. ഖുർആന്റെ കൽബിൽ കൊണ്ടുപോയി വെക്കാണ്. ആരെ? പണ്ഡിതനെയല്ല. ആരെ? സാധാരണക്കാരൻ. കുറഞ്ഞ വിവരം ആ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ വിശദീകരിക്കുന്നു. കുറഞ്ഞ വിവരമുള്ളൂ. തൗഹീദിന്റെ വിവരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. വലിയ വിവരം ഉണ്ടായിരുന്നില്ല. തൗഹീദിന്റെ വിവരം ആ മനുഷ്യൻ മാത്രമേ ആ മനുഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. പക്ഷെ പ്രത്യേകത, അന്നന്ന് കിട്ടുന്ന ലാഭത്തിന്റെ പകുതിയും അന്നന്നു തന്നെ നന്മയുടെ മാർഗത്തിൽ ദാനം ചെയ്ത ഒരു പണ്ഡിതനല്ല, ഒരു സാധാരണക്കാരൻ. ആ മനുഷ്യന് ഏതെങ്കിലും ഒരു സൂറത്തിലല്ല ചരിത്രം പറഞ്ഞ. എവിടെയാ? യാസീൻ. യാസീൻ ഏതാ? സൂറത്തു യാസീൻ. ലിമാ ഖുരിഅത് ലഹു. യാസീൻ ഓതിയിട്ട് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു നടപ്പിൽ വരുത്തി തരുമെന്ന് പുണ്യനബി പറയുന്നു. യാസീൻ ഈ മനുഷ്യന്റെ കഥ ഉൾക്കൊള്ളുക. എന്തിനാണ് ഇതിനപ്പുറം പറയേണ്ടത്? എന്താ മനുഷ്യന്റെ പ്രത്യേകത? അന്നുള്ള ദാനം സിയത്ത് സെന്റർ നിങ്ങളോട് ചോദിക്കണില്ല. മാസത്തിൽ കച്ചവടക്കാരെ നിങ്ങൾക്ക് എന്താ 1000 രൂപ കൊടുത്തൂടെ? വലിയ ലാഭമുള്ളവർക്ക് 1000 രൂപ തന്റെ കച്ചവടക്കടയിൽ നിന്ന് 1000 രൂപ സിയത്ത് സെന്ററിന് കൊടുത്തൂടെ? ഇത് അഫ്ളലു സ്വദഖയാണ്. ഇത് മിസ്കീനും മരീളിനും ജായിനും, രോഗിയാണ്, വലഞ്ഞവനാണ്, വിശന്നവനാണ്. ഇനി എന്താണ് മാർഗം എന്റെ റബ്ബേ എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ്. ഒരാളോട് പോയി ചോദിക്കാൻ പോലും ആരോഗ്യത്തിന്റെ കരുത്തില്ലാത്തവനുമാണ്. ഇതെല്ലാം എല്ലാ നിലയിലും ഒത്തിണങ്ങിയ ഒരു മനുഷ്യന്മാരെ ഖുർആനിൽ വിശ്വസിക്കുന്നവരെ ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓരോരുത്തരും അവനവൻ എന്ത് കൊടുക്കാൻ കഴിയുന്ന ആലോചിക്കുക. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ സത്യത്തിന്റെ മർമ്മം നിങ്ങളോട് പറയാ, അല്ലാതെ രക്ഷപ്പെടില്ല. അള്ളാഹുവിന്റെ എന്തുകൊണ്ട് കൊടുക്കണമെന്നു, എന്തുകൊണ്ട് ഇവിടെ കനൂദ് എന്ന് പറഞ്ഞു. ആരെ? മനുഷ്യന്മാർക്ക് കൊടുക്കാത്തവനെ കനൂദ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ സൃഷ്ടികൾ അള്ളാഹുവിന്റെ കുടുംബമാണ്. അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹി അൽ മുഹ്സിനു ഇലാ ഇയാലിഹി. ഈ സൃഷ്ടികളൊക്കെ അള്ളാഹിന്റെ കുടുംബമാണ്. ആ സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നവനാണ് അള്ളാഹുവിന്റെ കുടുംബത്തോ അള്ളാഹുവിന്റെ ഏറ്റവും സ്നേഹത്തോട് അടുത്തവൻ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ദൈവിക ശിക്ഷകളിൽ നിന്ന് ചരിത്രത്തിൽ വന്ന ഏറ്റവും വലിയ ശിക്ഷ ശ്രദ്ധിക്കണം കേട്ടോ. ചരിത്രത്തിൽ വന്ന ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ 2 ശിക്ഷകൾ, ഒന്ന് ഫിർഔനാണ്, ഒന്ന് ഖാറൂന. രണ്ടിനും കാരണം മിസ്കീന്മാരാണ്. ഒന്ന് മിസ്കീന്മാരെ മർദ്ദിച്ചു, 2 മിസ്കീന്മാർക്കൊന്നും കൊടുത്തില്ല. ശ്രദ്ധിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മുടെ സബ്ജക്റ്റ് കയറി വരികയാണ്. ശ്രദ്ധിക്കുക. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശിക്ഷകൾ, ഒന്ന് ഫിർഔനും ഒന്ന് ഖാറൂനും. ഫിർഔന് കൊടുത്ത ശിക്ഷ എന്തുകൊണ്ട്?
ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونريد أن نمن على الذين استضعفوا في الأرض ഭൂമിയിലെ മർദ്ദിത ജനകോടികളെ ബുദ്ധിമുട്ടിച്ചവനായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അവനെയാണ് ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽഊലാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശാ. എന്റെ കൂടെ വന്നേക്കൂ, ആയത്തിന്റെ ഒപ്പം വന്നേക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث موسى إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى فأخذه الله نكال الآخرة والأولى. ഈ ലോകത്തെയും പരലോകത്തെയും ശിക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു അവനെ പിടികൂടി എന്നാ പറഞ്ഞത്. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ആർക്കാണ് ഈ ശിക്ഷ വന്നത്? മർദ്ദിത ജനകോടികൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് ഫിർഔന്റെ കൊലപാതകം. ഫിർഔനെ അള്ളാഹു കൊന്നത്, ഫിർഔനെ അള്ളാഹു കൊന്നു കളഞ്ഞത് മർദ്ദിത ജനകോടികൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. കാരണം അവൻ മർദ്ദിത ജനകോടികളെ കഷ്ടപ്പെടുത്തിയവനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയവൻ എന്റെ കൂടെ അല്ലേ? ഇല്ലേ? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ فبغى عليهم وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة إذ قال له قومه لا تفرح إن الله لا يحب الفرحين وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ إن الله لا يحب المفسدين. എന്റെ കൂടെ അല്ലേ? എന്റെ കൂടെ അല്ലേ? നിങ്ങൾ കയറി വരും ഇല്ലേ? എന്താ 60 ചില്ലാനം ഒട്ടകങ്ങൾക്ക് ചുമന്ന് നടക്കാൻ മാത്രം അയാൾക്ക് വള്ളി ചാവി ഉണ്ടായിരുന്നു. എത്ര 60 ചില്ലാന ഒട്ടകങ്ങൾക്ക് ചുമന്ന് നടക്കാൻ അയാൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹു അയാളോട് ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, മലയാളിയല്ലേ നീ, കുറച്ചൊക്കെ നീ അനുഭവിച്ചു. ولا تنسى نصيبك من الدنيا ولا تنسى نصيبك من الدنيا. നീ ഒരു ധനാഢ്യനാണ് എന്ന നിലക്കുള്ള ഭക്ഷണത്തിലും മറ്റൊക്കെ കുറച്ച് പ്രൗഢി ഉണ്ടായിക്കോട്ടെ, നിന്റെ അളവിനനുസരിച്ച് നീ അനുഭവിച്ചോ, വിരോധമൊന്നും ഇല്ല. പക്ഷേ അള്ളാഹു നിനക്ക് ചെയ്തു കൊടുത്തിരുന്നത് പോലെ നീ പാവപ്പെട്ട ജനങ്ങൾക്കും ചെയ്തു കൊടുക്ക്, അശരണർക്ക്, രോഗികൾക്ക്, അഗതികൾക്ക്, അനാഥകൾക്ക് ചെയ്തു കൊടുക്ക് എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയ ധനത്തിൽ കൊടുക്കാൻ പറയാം. അള്ളാഹുവിന്റെ അവകാശം മനസ്സിലാവുന്നുണ്ടാ? ഒരു ചില്ലി പൈസ പോലും അയാൾ കൊടുത്തില്ല, ആറും കൊടുത്തില്ല, ഒരു ചില്ലി പൈസ പോലും കൊടുത്തില്ല. അയാൾ പൊലിമ കാട്ടി.
خرج على قومه في زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم وقال الذين أوتوا العلم ويلكم ثواب الله لمن آمن وعمل صالحا لا يلقاها إلا الصابرون അവൻ فخرج على قومه في زينته തന്റെ പ്രൗഢി കാട്ടി അലങ്കരിച്ച് നടന്നു ഖാറൂൻ ഒന്ന് കൂടെ വരെ തന്റെ പ്രൗഢി കാട്ടി അലങ്കരിച്ച് നടന്നു ഖാറൂൻ ഉറക്കങ്ങോട്ട് പറയൂ തന്റെ ശ്രദ്ധിക്കും മനസ്സിലാവണില്ലേ തന്റെ പ്രൗഢി കാട്ടി സ്വയം അലങ്കരിച്ച് നടന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി അവനെ പിടികൂടി ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള് അവനെയും അവന്റെ കൊട്ടാരത്തെയും അല്ലാഹു പിടികൂടി എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു ആമത്തിനകത്തോട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ വിശദീകരിക്കുന്നില്ല ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം മിസ്കീന് ആര് ഉപദ്രവിച്ചോ മിസ്കീന് കൊടുക്കേണ്ട അളവിൽ ആര് കമ്മി വരുത്തിയോ ഒരു ഭാഗത്തൊരു ചരിത്രം പറയുന്നുണ്ട് സൂറത്തുൽ ഖലമിൽ ഒരു ചരിത്രം പറയുന്നുണ്ട് യമനിൽ ഒരു ധനാഢ്യനുണ്ടായിരുന്നു ആ ധനാഢ്യന്റെ ധനം ഒരുപാട് തോട്ടങ്ങളായിരുന്നു ആ തോട്ടങ്ങൾ വിളവെടുക്കുമ്പോൾ ആ തോട്ടത്തിന്റെ പരിസരത്തുള്ള മിസ്കിന്മാർക്കെല്ലാം ഈ ധനാഢ്യൻ വാരിക്കോരി കൊടുത്തിരുന്നു അത് അയാളുടെ ശൈലിയായിരുന്നു എന്നാൽ മക്കൾ വന്നപ്പോൾ മക്കൾ അധികാരം ഏറ്റെടുത്തു അയാൾ മരണപ്പെട്ട് മക്കൾ അധികാരം ഏറ്റെടുത്തപ്പോൾ മക്കൾ അത് കൊടുക്കാൻ വിസമ്മതിച്ചു അങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട് ഖുർആനിൽ സൂറത്തുൽ ഖലമിൽ 17-ാമത്തെ ആയത്ത് മുതൽ ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ നാം പരീക്ഷിക്കും ആ തോട്ടക്കാർ ബാപ്പ നല്ല മനുഷ്യനായിരുന്നു ബാപ്പ എല്ലാ അഗതികൾക്കും പാവപ്പെട്ടവർക്കും കൊടുക്കുന്ന ആളായിരുന്നു ബാപ്പ മരിച്ചപ്പോൾ മക്കൾ കൊടുത്തില്ല വിളഞ്ഞു നിൽക്കുന്ന തോട്ടത്തെ ഒരു രാത്രി അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്താ പാഠം ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് ഇതാണ് ഭൗതിക ശിക്ഷ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം ഏതൊരു ധനത്തെയും നിലനിർത്തുന്നത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അളവാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അളവ് കൊണ്ടാണ് ധനം അതതിന്റെ രീതിയിലും അതതിന്റെ മഹത്വത്തിലും നിലനിൽക്കുക ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കുക കൊടുക്കാത്തവർ കൊടുക്കുന്നവരെ പരിഹസിക്കുന്നവർ അവരായിരുന്നു മുനാഫിക്കുകൾ പുതിയൊരു വിഷയം പറയാം ശ്രദ്ധിക്കണം ഖുർആൻ ആയത്തിലൂടെ വരികയാണ് എല്ലാവരും കൂടെ വരണം നല്ല രസമുള്ള ഒരു സംഭവം പറയാം മുനാഫിക്കങ്ങളുടെ സ്വഭാവം അവർ കൊടുക്കുകയില്ല പകരം കൊടുക്കുന്നവരെ കളിയാക്കും ഒരു വലിയ പുതിയ സൂഫി എന്ന് പറഞ്ഞിട്ട് കളിയാക്കും ഖുർആൻ അവരെ കൈകാര്യം ചെയ്യുന്നത് നോക്കണം الذين يلمزون المتطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم إن تستغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين ശ്രദ്ധിക്കണം കേട്ടോ വലിയൊരു പാഠം മുനാഫിഖീങ്ങൾ മദീനയിലെ മുനാഫിഖീങ്ങൾ കൊടുക്കുമായിരുന്നില്ല അവർ പാവപ്പെട്ടവർ അഗതികൾക്കോ രോഗികൾക്കോ കഷ്ടപ്പെട്ടവർക്കോ ഒന്നും കൊടുക്കുമായിരുന്നില്ല കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല കൊടുക്കുന്നവരെ കളിയാക്കും الذين يلمزون المتطوعين من المؤمنين വഴിപ്പെട്ടിട്ട് അള്ളാനെ പേടിച്ചിട്ട് സ്വതക്ക പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നവരെ കളിയാക്കുന്നവർ പാവപ്പെട്ടവർ സ്വതക്ക കൊടുക്കും അത് കാണുമ്പോൾ മറ്റുള്ളവരെ കളിയാക്കും പിന്നെ
വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും, സ്വന്തം അധ്വാനമല്ലാതെ മറ്റൊന്നും കൊടുക്കാനില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ അധ്വാനം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അപ്പോഴും കളിയാക്കും. ശ്രദ്ധിക്കണം കേട്ടോ. മദീനയിലെ മുനാഫിഖീങ്ങളുടെ രണ്ട് ദുർഗുണമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവർ പാവപ്പെട്ടവർക്ക് കൊടുക്കൂല, കൊടുക്കുന്നവരെ കളിയാക്കും. കൊടുക്കുന്നവരെ കളിയാക്കും, ധനം കൊടുക്കുന്നവരെയും കളിയാക്കും. ഒരു വിഭാഗത്തിന് ധനം കൊടുക്കാനൊന്നുമില്ല, അപ്പോൾ അവർ അധ്വാനം കൊണ്ട് പാവപ്പെട്ടവരോട് സഹകരിക്കും, അവരെയും കളിയാക്കും. അങ്ങനത്തെ ആളുകളെ പറ്റി, അങ്ങനെയുള്ള മുനാഫിഖീങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയാണ്, നബിയെ ഇൻ തസ്തഗ്ഫിർ ലഹും, അവർക്ക് നിങ്ങൾ പൊറുക്കലിനെ തേടിയാലും, ഔ ലാ തസ്തഗ്ഫിർ ലഹും, നിങ്ങൾ പൊറുക്കലിനെ തേടിയില്ലെങ്കിലും, വഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, നിങ്ങൾ അത്തരം ജനങ്ങൾക്ക് വേണ്ടി 70 വട്ടം എന്നോട് പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയേ ഇല്ല. പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തവൻ, അശരണനെ, രോഗിക്ക്, കഷ്ടപ്പെട്ടവനെ, മരുന്ന് വാങ്ങാനില്ലാത്തവന് കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നവരെ കളിയാക്കുക. ഇനിയിപ്പോ നിങ്ങളൊരു സേഫ് സെന്റർ നടത്തിയിട്ട, നിങ്ങളിപ്പോ കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട എന്ന് കളിയാക്കുക. മദീനയിലെ മുനാഫിഖീങ്ങളുടെ ജോലി അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുനാഫിഖീങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലുള്ള ويمنعون الفويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. അടുത്ത വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് ചോദിച്ചാൽ വരെ അവർ വന്ന് ചോദിച്ചാൽ വരെ അവർ കൊടുക്കൂല. അങ്ങനത്തെ ആളുകളാണ് മുനാഫിഖീങ്ങൾ. അവർ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തും. കൊടുക്കൂല മാത്രമല്ല, കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തും. അങ്ങനത്തെ മുനാഫിഖീങ്ങളെ പറ്റി അല്ലാഹു പറയാം, മുഹമ്മദ് നബിയെ അവരുടെ കാര്യം എന്നോട് നിങ്ങൾ പറയണ്ട, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കൂല. ഇതിന് പറയുന്ന ആയത്ത് ഒന്ന് ശ്രദ്ധിക്കും മുസ്ലിമീങ്ങളെ. നിങ്ങൾ 70 തവണ ഇവർക്ക് പുറത്തു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടാലും അവർക്ക് പുറത്തു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരോട് പറയാം? മുഹമ്മദ് നബിയോട് പറയാം. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആളുകളെ കളിയാക്കുന്നവർക്ക് വേണ്ടി മാപ്പാക്കാൻ നിങ്ങൾ എന്നോട് എത്ര നിങ്ങൾ 70 വട്ടം എന്നോട് പറഞ്ഞു, അവർക്കത് പറ്റിപ്പോയതായിരിക്കും, മാപ്പാക്കെന്ന് പറഞ്ഞാലും ഞാൻ അവർക്ക് മാപ്പാക്കും. കാരണം പാവപ്പെട്ടവർക്ക് കൊടുത്തവരെ അവർ കളിയാക്കി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? നിങ്ങൾ എന്തായി പറഞ്ഞൊന്ന് ചിന്തിക്ക്. എന്തായി പറയുന്നത്? എന്താണ് ഈ പറഞ്ഞ ആയത്ത്? ആരോടാ പറയുന്നതെന്നറിയോ? ഹബീബായ മുഹമ്മദ് നബിയുടെ ഒരു തവണയുടെ പ്രാർത്ഥന പോലും അർശിനെ ഇളക്കും. അത്ര വലിയ മഹാനാണ് മുഹമ്മദ് നബി. അർശിന്റെ മഹാധികാരിയുടെ അടുക്കൽ, അർശിന്റെ അധികാരിയുടെ അടുക്കൽ വല്ലാത്ത സ്ഥാനമുള്ള ആളല്ലേ മുഹമ്മദ് നബി. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നീ തിയേറ്റർ സെന്ററിലെ രോഗികൾക്ക് കൊടുക്കണ സ്ഥാനത്രയും ചിന്തിക്കുക. അതെത്ര നീ ചിന്തിക്ക്. ഇനി അതിനപ്പുറം ഞാൻ നിന്നോട് എന്താ പറയുന്നത്? നീ ചിന്തിക്ക്. ഈ കൊടുക്കുന്ന ആളുകളെ ഒരാൾ കളിയാക്കിയാൽ കൊടുക്കുന്നവനെ കളിയാക്കിയാൽ അയാൾക്ക് പുറത്തു വാങ്ങാൻ പറ്റിയ ഒരാൾ ഇപ്പോൾ ഈ ലോകത്ത് ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞത് ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ലൻ യഗ്ഫിറല്ലാഹു ലഹും. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ. നിങ്ങൾ എന്നോട് മുഹമ്മദ് നബിയെ അവർക്ക് അങ്ങനെ കളിയാക്കി പോയതായിരിക്കും. ആരല്ലാന്ന് 70 തവണ എന്നോട് പറഞ്ഞാൽ പോലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല. സൂറത്ത് തൗബയുടെ 80-ാമത്തെ ആയത്ത് കേട്ടോളൂ. ഈ തൗബയുടെ 84-ാമത്തെ ആയത്ത് കേട്ടോളൂ. ഇങ്ങോട്ട് വാ, എന്റെ കൂടെ വാ. ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അത്തരം ആളുകൾ മരിച്ചാൽ നിങ്ങൾ മയ്യത്ത് നമസ്കരിക്കരുത്. നിങ്ങൾ ഇന്ന് എന്റെ പെണ്ടോ അതോ റേഞ്ച് വിട്ടിട്ടുണ്ടാ?
നിങ്ങളിപ്പോൾ എൻ്റെ ഒപ്പം തന്നെയാണോ ഉള്ളത്? അതോ നിങ്ങൾ റേഞ്ച് വിട്ടിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ? റേഞ്ച് വിട്ടിട്ടുണ്ടോ? നിങ്ങളോട് പറയാവുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് ഞാനീ പറഞ്ഞത്. അഥവാ മുനാഫിഖീങ്ങളുടെ ദുർഗുണം ഇവിടെ പറഞ്ഞു. കൊടുക്കുന്നവരെ കളിയാക്കും. ആ കളിയാക്കുന്നവർക്ക് ഞാൻ ഇനി മാപ്പാക്കൂല എന്ന് മാത്രല്ല, മാപ്പാക്കുകയില്ല എന്ന് മാത്രല്ല, ആയത്താണ്. കേൾക്ക് മനുഷ്യ, ഒന്ന് കേൾക്ക്. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അക്കൂട്ടത്തിൽ ആരും മരിച്ചാലും നിങ്ങൾ മയ്യിത്ത് നമസ്കരിക്കരുത്. ആരോട് പറഞ്ഞു? മുഹമ്മദ് നബി. എന്റെ അവർ കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലേ എന്തായി പറഞ്ഞത്? ഇനി അതിന്റെ അപ്പുറം എന്താ ഖുർആൻ ഈ വിഷയത്തിൽ പറയേണ്ടത്? മയ്യിത്ത് നിസ്കരിക്കരുത് എന്ന് മുഹമ്മദ് നബിയോട് പറഞ്ഞു. വ്യഭിചാരിണി പെണ്ണിന് പോലും മയ്യിത്ത് നമസ്കരിച്ച ആളാണ് മുഹമ്മദ് നബി. എന്താ പറഞ്ഞത്? വ്യഭിചാരിണി പെണ്ണിന് പോലും മയ്യിത്ത് നമസ്കരിച്ചവനാണ് മുഹമ്മദ് നബി. എന്താ ഞാൻ പറഞ്ഞത്? വ്യഭിചാരിണി പെണ്ണിന് പോലും മയ്യിത്ത് നമസ്കരിച്ചവനാണ് മുഹമ്മദ് നബി. വെറുതെ പറയല്ല. റഹ്മത്തുള്ളാഹ് കേട്ടോ ഹദീസ്. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഖാല അന്ന ഇംറഅതൻ മിൻ ജുഹൈന അതതിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് പുണ്യ നബിയുടെ അരികിൽ വന്നു. വഹിയ ഹുബ്ലാ മിനസ് സിനാ. ആ പെണ്ണ് വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി. ജുഹൈന ഗോത്രത്തിൽപ്പെട്ട, ശ്രദ്ധിക്കണം കേട്ടോ, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് തടയുന്ന ആളുടെ ശക്തിന്റെ എത്ര ശക്തിയായിട്ട് മനസ്സിലാക്കാം. ഇവർ മരിച്ചാൽ മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല എന്ന് പുണ്യനബിയോട് പറഞ്ഞു. മുനാഫിഖിന്റെ ദുർഗുണം പറയാണ്, അവർ കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പഠിച്ചോണം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വാക്കിലോ ഞാൻ നിങ്ങളോട് ഇന്നലെ ഒരു സംഭവം പറഞ്ഞല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? വേറൊരു ഭാഗത്ത് അടുത്ത വീട്ടിലേക്ക് ചെന്നെത്തിയപ്പോഴത്തിന് ആ വീട്ടിലേക്ക് ഫോൺ ചെയ്ത ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. റബ്ബേ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വേറൊരാളെ കൊടുക്കുന്നതിൽ നിരുത്സാഹപ്പെടുത്താൻ ഒരിക്കലും പാടില്ല. മുനാഫിഖീങ്ങളെ ദുർഗുണം പറഞ്ഞ അവർ കൊടുത്താൽ നിരുത്സാഹപ്പെടുത്തും, കൊടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തും. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന നിരുത്സാഹപ്പെടുത്താൻ കൂടുതൽ കാര്യമല്ല. ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഈ ബസ്സിൽ ഇരുന്ന് ഭിക്ഷാടനം നടത്താൻ വരുന്ന ആളുകളെ കുറിച്ച് യാത്രക്കാർ തമ്മിൽ സംസാരിക്കുക. അവരൊക്കെ വലിയ ബാങ്ക് ബാലൻസ് ഉള്ള ആളുകളാണ് എന്ന് പറയാം. എന്നിട്ട് തൊട്ടടുത്ത് അവൻ കൊടുക്കില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നവനെ അല്ലെങ്കിൽ അവർ വൈകുന്നേരം കള്ളുടിക്കാൻ പോകുന്നവരാന്ന് പറയാം. എന്നിട്ട് കൊടുത്താൽ നിരുത്സാഹപ്പെടുത്തും. ഇവൻ കള്ളുടിക്കാൻ പോകുമെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? നമ്മളോട് ഈ ബസ്സിൽ യാചിക്കുന്ന ആൾ കള്ളുടിക്കാൻ പോകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ പറയാം, എന്തിന് ഇവൻ കൊടുക്കില്ല? കൊടുക്കാതിരിക്കുന്നത് ധാർമ്മികവൽക്കരിക്കാം. ഹബീബായ നബി പറഞ്ഞത് കുതിരപ്പുറത്ത് വന്നവനാണെങ്കിലും കൊടുക്കണമെന്ന് പുണ്യനബി. ബാങ്ക് ബാലൻസ് ഉണ്ടായ നിനക്കെന്താ കേട്ടോ? വിച്ചക്കാരന് ബാങ്ക് ബാലൻസ് ഉണ്ടായ നിനക്കെന്താ കേട്ടോ? നീ ആരാ റിസർവ് ബാങ്കിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ബാങ്ക് ബാലൻസ് ഉണ്ടായില്ല നിനക്കെന്താ? ഹബീബായ നബി പറഞ്ഞത് അവൻ കുതിരപ്പുറത്ത് വന്നവനാണെങ്കിലും കൊടുക്കണമെന്ന് പുണ്യനബി. മുനാഫിഖിന്റെ സ്വഭാവം അവർ കൊടുക്കുകയില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്നത്. അത്തരം ആളുകൾ ചത്താൽ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. കൊടുക്കുന്നതിന്റെ ആൾ നിരുത്സാഹപ്പെടുത്തുന്ന ഈ മുനാഫിഖീങ്ങൾ ചത്താൽ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അവർ മരിച്ചാൽ നിങ്ങൾ മയ്യിത്ത് നമസ്കരിക്കാൻ പാടില്ല. ആരാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ജുഹൈന ഗോത്രക്കാരിയായ പെണ്ണ് പുണ്യനബിയുടെ അരികിൽ വന്നു. ഫഖാലത്തിൻ നബിയ, എന്നിട്ട് പുണ്യനബിയോട് പറഞ്ഞു, അസബ്തു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ യാ റസൂലല്ലാഹ്. ഞാൻ ഹദ്ദടിക്കേണ്ട ഹദ്ദിൽ കൊല ചെയ്യപ്പെടേണ്ട ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നെ എറിഞ്ഞു കൊല്ലണം, അങ്ങനത്തെ ഒരു പണി ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ ഗർഭം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാണ് എന്ന് പുണ്യനബിയോട് പറഞ്ഞു. ഉറക്കങ്ങോട് പറ, ഉറക്കെ പറ, മറക്കല്ലേ. ഇതൊന്നും
ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ, അതൊക്കെ നിങ്ങൾ തന്നെ പറയണം. ഹബീബായ റസൂലുള്ളാഹിനോട് ഹബീബായ നബിയോട് പറഞ്ഞു, ഫഅഖിമുഹു അലയ്യ ഹദ്ദ അലയ്യ, ഹദ്ദ് എന്റെ മേൽ നിങ്ങൾ നിർത്തണം നബിയെ, എന്നെ എറിഞ്ഞു കൊല്ലാൻ കൽപ്പന കൊടുക്കൂ നബിയെ എന്നീ ജുഹൈന ഗോത്രക്കാരി വ്യഭിചാരിണി, വ്യഭിചാരം കൊണ്ട് ഗർഭം ധരിച്ച പെണ്ണ് പുണ്യ നബിയോട് പറഞ്ഞു. ഉടനെ ഹബീബായ റസൂലുള്ളാഹി ഫദഅ വലിയഹ, ഈ പെണ്ണിന്റെ വലിയനെ റസൂലുള്ളാഹി ക്ഷണിച്ചു വരുത്തി. ഫഖാല, എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, അഹ്സിൻ ഇലയ്യ, വ്യഭിചാരിണിയായി ഗർഭം ധരിച്ചവളാണെങ്കിലും അഹ്സിൻ ഇലൈഹ, ഈ പെണ്ണിനോട് നീ മാന്യമായി പെരുമാറ്. ഫൈദാ വളഅത്, ഇവളെ പ്രസവം കഴിഞ്ഞാൽ ഫഅ്തിനി ബിയാ, അവളെയും കൊണ്ട് എന്റെ അടുത്ത് വാന്ന് പറഞ്ഞു. വലിയനെ വിളിച്ചിട്ട് മനസ്സിലാവണില്ലേ എന്നിട്ട് ഫലമ്മാ വളഅത്, അങ്ങനെ ആ പെണ്ണ് പ്രസവിച്ചു. ഈ വലിയ ഈ പെണ്ണിന്റെ പ്രസവം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിനെയും കൂട്ടി പുണ്യ നബിയുടെ അങ്ങനെ ആ പെണ്ണിന്റെ മേൽ വസ്ത്രം കെട്ടി. എന്നിട്ട് ആ പെണ്ണിനെ ഹദ്ദ് ചെയ്യാൻ, എറിഞ്ഞ് കൊല്ലാൻ പുണ്യ നബി കൽപ്പന കൊടുത്തു. അങ്ങനെ ആ പെണ്ണിനെ എറിഞ്ഞു കൊന്നു. ആ പെണ്ണിന്റെ മേൽ, ആ പെണ്ണ് മരിച്ചു വീണപ്പോ ഹബീബായ റസൂലുള്ളാഹി ആ പെണ്ണിന്റെ മേൽ മയ്യിത്ത് നമസ്കരിക്കുകയും ചെയ്തു. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? വ്യഭിചാരത്തിൽ ഗർഭം ധരിച്ച പെണ്ണിന് പോലും വ്യഭിചാരത്തിൽ ഗർഭം ധരിച്ച പെണ്ണിന് പോലും മയ്യിത്ത്. പക്ഷേ الذين يلمزون المتطوعين من المؤمنين في الصدقات, സദഖ കൊടുക്കുന്ന മുഅ്മിനീങ്ങളെ കളിയാക്കുന്ന ആളുകൾ ചത്താൽ വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ, അത്തരം മുനാഫിഖ് ചത്താൽ ഒരിക്കലും നിങ്ങൾ മയ്യിത്ത് നമസ്കരിക്കരുത് എന്ന് ഖുർആൻ പുണ്യ നബിയോട് പറഞ്ഞു. സല്ലല്ലാഹു വറക്കം കൊണ്ട് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇനി പറയേണ്ടത്? അപ്പൊ ആ സ്ഥാനം എത്രയാ? മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ സ്ഥാനം, കാരണം അവരുടെ സ്ഥാനം അത്രയാ. എന്തുകൊണ്ട്? അത് അഫ്ളലുൽ ഇബാദാത്താണ്. പാവപ്പെട്ടവന് കൊടുക്കുക, പാവപ്പെട്ടവനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു രോഗിയെ സന്തോഷിപ്പിക്കുക, ഒരു അനാഥയെ സന്തോഷിപ്പിക്കുക, ഒരു വിധവയെ ഹലാലായ നിലക്ക് സന്തോഷിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. കേട്ടോളൂ, നേരം വൈകിയിട്ടില്ലല്ലോ? നേരം വൈകിയോ എന്നാ കേട്ടോളൂ ഒരു ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. കേട്ടോളൂ. പറയുമ്പോ കേട്ടിട്ടില്ല എന്ന് വേണ്ട, ഞങ്ങളോട് ഇതൊക്കെ പറയാണ്. ഇന്നേതായാലും നമ്മൾ ഒരുങ്ങിയല്ലോ, കുറച്ചും കൂടി പറഞ്ഞൂടെ? ഇന്ന് നമ്മൾ ഒരുങ്ങിയ ദിവസമാണ്, അതുകൊണ്ട് പറഞ്ഞു. കേട്ടോളൂ, അത്ഭുതം കേട്ടോളൂ. അത്ഭുതത്തിന്റെ ഹദീസ് പറയാം. ഒരാൾ പുണ്യ നബിയുടെ അരികിൽ, എന്റെ ഈ കൊടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുവാൻ ഇത്ര വലിയ ശിക്ഷ ഉണ്ടാകാൻ കാരണം കൊടുക്കുന്ന പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അതാണ് പ്രവർത്തനം. എന്തുകൊണ്ട്? ശ്രദ്ധിച്ചോളൂ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് ഹബീബായ നബിയുടെ അരികിൽ വന്നു. ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഈ പറയാൻ പോകുന്നത്. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പുണ്യ നബിയുടെ അരികിൽ വന്നു. ഫഖാല, എന്നിട്ട് പുണ്യ നബിയോട് പറഞ്ഞു, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാകുന്നു? മറക്കരുത് കേട്ടാ, ഇത് നമുക്ക് CH സെന്ററിന്റെ പ്രവർത്തകന്മാരൊക്കെ ഇത് മനപ്പാടമാക്കി നോക്കണം. ഇതെല്ലാവരും മനപ്പാടാക്കി വെക്കണം. എന്റെ പ്രവർത്തകന്മാരും നിങ്ങളൊക്കെ CH സെന്ററിന്റെ പ്രത്യേക പ്രവർത്തകൻ എന്ന് പറയണ്ട, നമ്മളൊക്കെ ഇതിന്റെ പ്രവർത്തകന്മാർ തന്നെയാണ്. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. നമ്മളൊക്കെ ഇതിന്റെ പ്രവർത്തകന്മാരുണ്ട്. നമ്മൾ തന്നെയാണ് അതിന്റെ ശക്തിയും, നമ്മൾ തന്നെയാണ് അതിന്റെ യശസ്സും. ഒരാൾ പുണ്യ നബിയുടെ അരികിൽ വന്നു. എന്നിട്ട് പുണ്യ നബിയോട് പറഞ്ഞു, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യനാരാണ്? എന്താ ചോദ്യം? ജനങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും
ഇഷ്ടമുള്ള മനുഷ്യനാരാണ്? ഒരു ചോദ്യം. ഒന്ന്. രണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ട് ചോദ്യം ചോദിച്ച ഒരാൾ വന്നിട്ട് നബിയോ അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? രണ്ട് ചോദ്യം ചോദിച്ചു. വ്യക്തികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? രണ്ട് ചോദ്യം ചോദിച്ചു. കേട്ടോളൂ. ഞാൻ നിങ്ങളോട് തുറന്ന് പറയാണ്, ഈ ഹദീസൊക്കെ അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു ഈ സത്യമൊക്കെ പറയാൻ ഈ തന്ന ഭാഗ്യം അള്ളാഹു നിലനിർത്തട്ടെ. ഇതൊക്കെ നമ്മളെ ചെവിക്ക് കേൾക്കാൻ അള്ളാഹു നിലനിർത്തട്ടെ. അള്ളാഹു ഇത് ചെയ്യുന്ന ശരീരവും നമുക്ക് അള്ളാഹു തരട്ടെ. ഇനി കേട്ടോളൂ. ഹബീബ് പറഞ്ഞു, സ്വലാത്തിലണേ, മറക്കരുതേ. കേട്ട ഇൽമിന് ആഫിയാകണമെങ്കിൽ റസൂലുള്ളാഹി നബി സ്വലാത്തിലണം. ഫഖാല, ഹബീബായ നബി പറഞ്ഞു, അഹബ്ബുൻ നാസ് ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാകുന്നു. ഈ ഹദീസ് ബി അസഹിൽ അസാനീദ്, ഏറ്റവും സ്വഹീഹായ ഹദീസാണ്. ബി അസഹിൽ അസാനീദ്, ഏറ്റവും സ്വഹീഹായ ഹദീസാണ്. ഇതൊന്നും റഹ്മത്തുള്ളാഹി തോന്നിയതുപോലെ പറയല്ല, പഠിച്ചു പറയാം. ഹബീബായ റസൂലുള്ളാഹി രണ്ട് ചോദ്യമാണ് കേട്ടോ. രണ്ട് ചോദ്യം ചോദിച്ചു. എന്താ രണ്ട് ചോദ്യം? ഇങ്ങോട്ട് പറയൂ. രണ്ട് ചോദ്യം. ഇങ്ങനെ എന്തൊക്കെ രണ്ട് ചോദ്യം? മനുഷ്യരിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരാണ്? രണ്ട്, അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? റസൂലുള്ളാഹി പറയുന്ന മറുപടി, ഒന്ന്, അഹബ്ബുൻ നാസ് ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്. മനുഷ്യരിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരാണെന്ന് അറിയോ? അൻഫഉഹും ലിന്നാസ്, മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാകുന്നു. ഏറ്റവും കൂടുതൽ ജനോപകാരിയാണ്. ഇങ്ങോട്ട് പറയാം. ഏറ്റവും വലിയ ജനോപകാരിയാണ്. ഏറ്റവും അള്ളാഹുവിന്റെ പ്രേമഭാചനം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. ഈ സേവനത്തിലൂടെ അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി കേട്ടോളൂ. അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന, ഏറ്റവും വലിയ ജനോപകാരി. ഇതിലും വലിയ ജനോപകാരം എന്താ? ഇതിലും വലിയ മൃതപ്രായനായ മനുഷ്യന് കൈത്താങ് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണമേ റബ്ബേ. ചില നാട്ടിൽ ചില മനുഷ്യന്മാരുണ്ടാവും. ആ മനുഷ്യൻ ആ നാട്ടിൽ നിന്നാലും മരിച്ചുപോയാൽ ആ നാട്ടിലെ മൊത്തം ജനങ്ങളും വേദനിക്കും. കാരണം ഒരാശുപത്രി കൊണ്ടുപോകുന്ന ആൾ അയാളാവും. ഇല്ലേ, അങ്ങനത്തെ ആളുകളില്ലേ? ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അന്ന് നേരം വെളുക്കുന്നവരെ ഐസിയുവിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾ അയാളാവും. മെഡിക്കൽ കോളേജിൽ സ്ഥിരമായി പോകുന്ന ആൾ അയാളാവും. രാത്രി പലപ്പോഴും വീട്ടിലില്ലാതെ കോളേജിലും പരിസരത്തും വഴിയിലും കിടക്കുന്ന ആൾ അയാളാവും. അങ്ങനത്തെ ഒരാളൊന്ന് മരിച്ചു നോക്കണം. ആ നാട് മുഴുവനും തേങ്ങും. അത് മതിയാവും അയാൾക്ക്. അല്ലാഹു തആല ഈ സ്വഭാവമുള്ള മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വർധനവ് നൽകട്ടെ. മതിയില്ലേ? എന്തിനെന്നെ നമുക്ക് കൂടുതൽ കിട്ടണം? ഹബ്ബുന്നാസ്, നീ അഹബ്ബല്ലേ, അഹബ്ബാകുന്ന മുഖറബല്ലേ. എന്താ പറഞ്ഞു? അഹബ്ബാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ തന്നെയാണല്ലോ ഏറ്റവും വലിയ മുഖറബ്. അമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. എങ്ങനെ മുഖറബാവാ? സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് റബ്ബിലേക്ക് അടുത്തവൻ തന്നെയാണ് മുഖറബ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതന്നെ
നിങ്ങൾ സി എച്ച് സെന്റർ പ്രവർത്തകന്മാരെ, നിങ്ങൾ കടിപിടി കൂടാത്ത കമ്മിറ്റി ആയാൽ മതി. നിങ്ങൾ ഈ പണി ചെയ്യുന്ന പണി ഇഖ്ലാസിന്റെ പണിയായാൽ ഇത് മതിയാവും സ്വർഗത്തിന്. നേരം വെളുത്താൽ നിങ്ങൾ രണ്ടാള് ആ മെഡിക്കൽ കോളേജിന്റെ വാർഡിലൂടെയൊക്കെ ഒന്ന് നടന്നു നോക്കുക. അതൊക്കെ ചെയ്യണം, എല്ലാം ചെയ്യണം. അതൊക്കെ നല്ല പ്രവർത്തനം.